ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് കിസ് 25 പഠനശിബിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആകെ 31 തിരുവചനങ്ങളാണ് ഉള്ളത്. ഒറ്റ ശീർഷകത്തിന് താഴെയാണ് 31 തിരുവചനങ്ങളും വരുന്നത്. ശീർഷകം ദാൻ ലായിഷ് പിടിച്ചെടുക്കുന്നു എന്ന ശീർഷകത്തിന് കീഴെയാണ് 31 തിരുവചനങ്ങളും വരുന്നത്. 18-ാം അധ്യായം 1-ാം തിരുവചനം വായിക്കാം. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. അപ്പോൾ ആ കാലത്ത് എവിടെ രാജാവില്ലായിരുന്നു എന്നാണ് പറയുന്നത്? ഇസ്രായേലിൽ. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ എന്തന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? അവകാശഭൂമി. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ആര് എന്തിനു വേണ്ടി അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ ഇസ്രായേലിലെ എന്ന് പറഞ്ഞാൽ ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി കാലമായിരുന്നു അത്. അതെവിടെയാണ്? ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ. എവിടെയാണ്? ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ. മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്ന് വരെ അവകാശമായി ലഭിച്ചിട്ടില്ലാത്ത ഗോത്രം ഏതായിരുന്നു? ദാൻ ഗോത്രക്കാർ. ദാൻ ഗോത്രക്കാർക്കാണ് അന്ന് വരെ ഇസ്രായേലിൽ അവകാശം ലഭിക്കാതിരുന്നത്. മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ എന്താണ് അന്ന് വരെ ദാൻ ഗോത്രക്കാർക്ക് അവകാശമായി ലഭിക്കാതിരുന്നത്? ഒരു സ്ഥലം. ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്ന് വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. 18 ഒന്നുകൂടി വായിക്കാം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്ന് വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. ന്യായാധിപന്മാർ 18:2 അവർ സോറായിൽ നിന്നും എഷ്തവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു. അവർ പറഞ്ഞു, പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ. അവർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു. അപ്പം ഇവിടെ അവർ സോറായിൽ നിന്നും എഷ്തവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ എങ്ങനെയുള്ള 5 പേരെയാണ് ദേശം ഉറ്റുനോക്കുന്നതിന് അയച്ചത്? കഴിവുറ്റ 5 പേരെ. അവർ സോറായിൽ നിന്നും എഷ്തവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു. ദാൻ ഗോത്രക്കാർ എവിടെ നിന്നും ആരെയാണ് ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചത്? സോറായിൽ നിന്നുമാണ് അയച്ചത്. സോറായിൽ നിന്നും എഷ്തവോലിൽ നിന്നുമാണ് അയച്ചത്. തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെയാണ് അയച്ചത്. അവർ സോറായിൽ നിന്നും എഷ്തവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു. അവർ പറഞ്ഞു, പോയി ഡാഷ് നിരീക്ഷിച്ചു വരുവിൻ. എന്താണ് അവർ പറഞ്ഞത്? എന്താ? എവിടെ നിരീക്ഷിച്ചു വരാൻ പറഞ്ഞത്? ദേശം. പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ. ഇനി അവർ മലനാടായ എഫ്രായിം മിക്കയുടെ വീട്ടിലെത്തി. ആരാ? ദാൻ ഗോത്രക്കാർ അല്ലേ? അവർ പോയി എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി നിരീക്ഷിക്കാൻ പോയവർ. അവർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി ഒറ്റുനോക്കുന്നതിനുള്ള 5 പേരാണ് അവിടെ എത്തിയത്. ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ച 5 പേർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിൽ എത്തിയ ശേഷം എവിടെ താമസിച്ചത്? മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. അവർ അതിന് മിക്കായുടെ വീട്ടിലാണ് എത്തിയത്. മിക്കായുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. 18:2 ഒരിക്കൽ കൂടി വായിക്കാം. അവർ സോറായിൽ നിന്നും എഷ്തവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു. അവർ പറഞ്ഞു, പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ. അവർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു. 18:3 മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ അടുത്തു ചെന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിന്റെ തൊഴിൽ എന്താണ്? അപ്പം അവർ മിക്കായുടെ ഭവനത്തിൽ എത്തിയപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? യുവലേവ്യന്റെ ശബ്ദം തിരിച്ചറിയുകയാണ്. എപ്പോഴാണ് അവർ യുവലേവ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞത്? മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ. മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ അടുത്ത് ചെന്ന് ആദ്യം ചോദിച്ചത് എന്താ? നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? അവർ അടുത്ത് ചെന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? തുടർന്ന് അവർ എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? 2 ചോദ്യങ്ങൾ ചോദിച്ചു. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിന്റെ തൊഴിൽ എന്താണ്?
അപ്പം അവർ അടുത്ത് നിന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിന്റെ തൊഴിൽ എന്താണ്? ഒന്നുകൂടെ വായിക്കാം. 18:3. മിക്കയുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ അടുത്തു ചെന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിന്റെ തൊഴിൽ എന്താണ്? 18:4. അവൻ പറഞ്ഞു, മിക്ക ഇങ്ങനെ ചെയ്തു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഞാൻ അവൻ്റെ പുരോഹിതനാണ്. അതിന് അവൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? മിക്ക ഇങ്ങനെ ചെയ്തു എന്ന്. അവൻ പറഞ്ഞു, മിക്ക ഇങ്ങനെ ചെയ്തു. അവൻ എന്നെ എങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത്? ശമ്പളത്തിന്. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഞാൻ അവൻ്റെ പുരോഹിതനാണ്. ആരാ ഇങ്ങനെ പറഞ്ഞത്? യുവലേവ്യൻ പറയുകയാണ്, ഞാൻ അവൻ്റെ പുരോഹിതനാണ്. അതുപോലെ തന്നെ ആരുടെ പുരോഹിതനാണെന്നാണ് പറയുന്നത്? മിക്കായുടെ പുരോഹിതനാണ്. ഞാൻ അവൻ്റെ പുരോഹിതനാണ്. 18:4. അവൻ പറഞ്ഞു, മിക്ക ഇങ്ങനെ ചെയ്തു. അവൻ എന്നെ ശമ്പളത്തിൽ നിർത്തിയിരിക്കുന്നു. ഞാൻ അവൻ്റെ പുരോഹിതനാണ്. 18:5. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. അപ്പോൾ അവനോട് ആരാ അവനോട് അഭ്യർത്ഥിച്ചത്? ദാൻ ഗോത്രക്കാർ ദേശം നോക്കുന്ന അയച്ച കഴിവറ്റ 5 പേര് അവർ അവനോട് അപേക്ഷിച്ചു. ആരോടാ അപേക്ഷിച്ചത്? മിക്കായോട് മിക്കായ നിറവേറ്റിയ ആ യുവലേവിനോട് അഭ്യർത്ഥിക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, എന്ത് നിറവേറുമോ എന്ന് ദൈവത്തോട് ആരാഞ്ഞറിയുക എന്നവർ പറഞ്ഞത്. ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം, അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. ഞങ്ങളുടെ ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ച കഴിവുറ്റ 5 പേര് യുവലേവിനോട് എന്ത് മനോഭാവമാണ് പ്രകടിപ്പിച്ചത്? അഭ്യർത്ഥന മനോഭാവമാണ് പ്രകടിപ്പിച്ചത്. അവർ അവനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. 18:5. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. 18:6. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. അപ്പോൾ തുടർന്ന് പുരോഹിതൻ പറഞ്ഞത് എന്താണ്? സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. സമാധാനമായി പോകുവിൻ, എവിടെ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും? എന്തിന് കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് അവർ പറഞ്ഞത്? നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. 18:6. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. 18:7. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിൽ എത്തി. സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. സീദോനിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായി സംസർഗവുമില്ലായിരുന്നു. അപ്പോൾ 5 പേര് അവിടെ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് എത്തിയത്? ലായിഷിൽ. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിൽ എത്തി. ലായിഷിലെത്തിയ 5 പേർ ആരെപ്പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെയാണ് കണ്ടത്? സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. ലായിഷിലെത്തിയ 5 പേര് സീദോന്യരെ പോലെ എപ്രകാരമൊക്കെയുള്ള അവിടുത്തെ ജനങ്ങളെയാണ് കണ്ടത്? സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ. സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്ക് എന്തിനാ കുറവില്ലാതിരുന്നു? അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. ആര്? ലായിഷിലെ ജനങ്ങൾ. അവർ സമ്പന്നരായിരുന്നു. പിന്നെ സീദോനിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായിട്ട് എന്താ ഇല്ലാതിരുന്നത്? സംസർഗമില്ലായിരുന്നു. സീദോനിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു. 18:7. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിൽ എത്തി. സീദോനിലെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്കൊന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. സീദോനിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായി സമ്പർക്കവും ഇല്ലായിരുന്നു. ഈ 18:8. സോറായിലും എഷ്തവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? അന്നേരം ഒറ്റുനോക്കാൻ അയക്കപ്പെട്ട 5 പേര് എവിടെയുള്ള സഹോദരന്മാരുടെ അടുത്തേക്ക് തിരിച്ചെത്തിയത്? സോറായിലും എഷ്തവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? അപ്പോൾ അവർ ചോദിച്ചത് എന്തൊക്കെയാ? നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? സോറായിലും എഷ്തവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം?
18:8 സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? 18:9 അവർ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു, വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന ദേശം കൈവശമാക്കുവിൻ. അപ്പോൾ 18:9 പറയും, നമുക്ക് പോയി എന്ത് ചെയ്യാമെന്ന് അവർ പറഞ്ഞത്? 5 പേര് പറഞ്ഞത് അവരെ ആക്രമിക്കാം. അവർ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു, വളരെ എങ്ങനെയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്? വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലമാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു, വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കെ വേഗം ചെന്ന് എന്തു ചെയ്യുവിനെന്നാണ് അവർ തുടർന്ന് പറഞ്ഞത്? ദേശം കൈവശമാക്കുവിനെന്ന്. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. 18:9 അവർ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു, വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. 18:10 നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്തൊരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക. വളരെ വിശാലമായ ഒന്നിന് ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയുള്ളൊരു ജനത്തെ കണ്ടുമുട്ടെന്ന് പറയുന്നത്? ശങ്കയില്ലാത്ത ജനത്തെ. നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക. പിന്നെ എന്തിനൊക്കെ ക്ഷാമമില്ലാത്ത, എങ്ങനെ ഒന്നിന് ക്ഷാമമില്ലാത്ത പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്? വിശാലമായ, വളരെ വിശാലമായ ഒന്നിന് ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വളരെ വിശാലമായ ഒന്നിനും എന്നില്ലാത്ത പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷാമമില്ലാത്ത, വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. 18:10 നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്തൊരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക. വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. 18:11 ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്തവോലിലും നിന്ന് പുറപ്പെട്ടു. അപ്പം ദാൻ ഗോത്രത്തിലെ എങ്ങനെയുള്ള 600 പേരാ സോറായിലും എഷ്തവോലിലും നിന്ന് പുറപ്പെട്ടത്? ആയുധധാരികളായ 600 പേർ. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്തവോലിലും നിന്ന് പുറപ്പെട്ടു. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേര് എവിടെ നിന്ന് പുറപ്പെട്ടത്? 600 പേര് സോറായിലും എഷ്തവോലിലും നിന്ന് പുറപ്പെട്ടു. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്തവോലിലും നിന്ന് പുറപ്പെട്ടു. 18:11 ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്തവോലിലും നിന്ന് പുറപ്പെട്ടു. 18:12 അവർ യൂദായിലെ കിരിയാത്ത് യെയാറീമിൽ ചെന്ന് പാളയമടിച്ചു. ഈ കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അപ്പം 18:12 പറയുന്ന കാര്യം, അവർ യൂദായിലെ എവിടെ ചെന്ന പാളയമടിച്ചത്? കിരിയാത്ത് യെയാറീമിൽ. അവർ യൂദയിലെ കിരിയാത്ത് യെയാറീമിൽ ചെന്ന് പാളയമടിച്ചു. ഈ കാരണത്താൽ ആ സ്ഥലം ഏതു പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്? മഹനേദാൻ. ഈ കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അത് കിരിയാത്ത് യെയാറീമിന് പടിഞ്ഞാറാണ്. ഏത്? മഹനേദൻ. ഈ കാരണത്താൽ അത് കിരിയാത്ത് യെയാറീമിന് പടിഞ്ഞാറാണ്. മഹനേദൻ എന്ന സ്ഥലം കിരിയാത്ത് യെയാറീമിന് പടിഞ്ഞാറാണ്. അപ്പം 18:12 അവർ യൂദായിലെ കിരിയാത്ത് യെയാറീമിൽ ചെന്ന് പാളയമടിച്ചു. ഈ കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേര് ഇന്നും അറിയപ്പെടുന്നു. അത് കിരിയാത്ത് യെയാറീമിന് പടിഞ്ഞാറാണ്. 18:13 അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിലെത്തി. അപ്പോൾ അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് എവിടെ എത്തിയത്? മിക്കായുടെ ഭവനത്തിൽ. അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിലെത്തി. 18:13 അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിലെത്തി. 18:14 ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. അന്നേരം അവർ പറയുകയാണ്, ലായിഷ് ദേശത്ത് എന്ത് നടത്താൻ പോയിരുന്ന 5 പേരാണ് അവരുടെ സഹോദരന്മാരോട് പറഞ്ഞത്? ചാരവൃത്തി. ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമോ? 5 പേര് അവരുടെ സഹോദരന്മാരുടെ ഈ ഭവനങ്ങളിൽ ഒന്നിൽ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് പറഞ്ഞത്. ഒരു എഫോദും
കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എബോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമോ? തുടർന്ന് അവർ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. 18-14 ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എബോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. 18-15 അവർ തിരിഞ്ഞ് മിക്കയുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു. ആരാ? ആ 5 പേര്. അവർ തിരിഞ്ഞ് മിക്കയുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു. എന്താ ചോദിച്ചത്? കുശലം. അവർ തിരിഞ്ഞ് മിക്കയുടെ ഭവനത്തിൽ വസിക്കുന്ന യുവലേവൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു. അവർ തിരിഞ്ഞ് ആരുടെ അടുത്ത് ചെന്നാണ് കുശലം ചോദിച്ചത്? മിക്കയുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവ്യൻ്റെ. അവർ തിരിഞ്ഞ് മിക്കയുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു. 18-15 അവർ തിരിഞ്ഞ് മിക്കയുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു. 18-16 പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ പടിവാതിൽക്കൽ നിന്നു. 18-16 പടകോപ്പുകൾ അണിഞ്ഞ എത്ര ദാൻകാർ എവിടെയാണ് നിന്നത്? 600 പേര്. എവിടെ നിന്നത്? പടിവാതിൽക്കൽ നിന്നു. പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ പടിവാതിൽക്കൽ നിന്നു. 18-16 പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ പടിവാതിൽക്കൽ നിന്നു. 18-17 ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു. ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുകയായിരുന്നു. അപ്പം കടന്നു ചെന്ന് കൊത്തുവിഗ്രഹങ്ങളും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തത് ആരാ? ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേര്. കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേര് കടന്നു ചെന്ന് എന്തൊക്കെയാണ് എടുത്തത്? കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു. ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആരോടൊപ്പം നിൽക്കുകയായിരുന്നു? ആയുധധാരികളായ 600 പേരോടൊപ്പം. ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുകയായിരുന്നു. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേര് കടന്നു ചെന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ പുരോഹിതൻ എവിടെയായിരുന്നു? ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുകയായിരുന്നു. അപ്പോൾ 18-17 ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു. ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുകയായിരുന്നു. 18-18 അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു. 18-18 അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എന്തൊക്കെ എടുത്തപ്പോഴാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചത്? കൊത്തുവിഗ്രഹവും എബോദും. അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും. അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു. അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ ആരാ ചോദിച്ചത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്? പുരോഹിതനാണ് ചോദിച്ചത്. അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു. അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതന് എന്താ ചോദിച്ചത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു. 18-18 അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എബോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു.
18-19 അവർ പറഞ്ഞു, മിണ്ടരുത്, വായ് പൊത്തി ഞങ്ങളുടെ കൂടെ വരിക, ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക. ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? അവർ പറഞ്ഞു എന്ത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്? വായ് പൊത്തി ഞങ്ങളുടെ കൂടെ വരിക, മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് വായ് പൊത്തി ഞങ്ങളുടെ കൂടെ വരിക എന്ന് പറഞ്ഞത്. അവർ പറഞ്ഞു, മിണ്ടരുത്, വായ് പൊത്തി ഞങ്ങളുടെ കൂടെ വരിക. ഞങ്ങൾക്ക് ആരൊക്കെ ആകുക എന്ന് അവർ തുടർന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക, ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക. ഒരുവൻ്റെ എവിടെ മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു എവിടെ മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഏതാ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്നതാ, ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? 18-19 അവർ പറഞ്ഞു, മിണ്ടരുത്, വായ പൊത്തി ഞങ്ങളുടെ കൂടെ വരിക, ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക. ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? 18-20 പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരുടെ കൂടെ പോയി. പുരോഹിതന്റെ ഹൃദയം എപ്രകാരമായി? സന്തുഷ്ടമായി. പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരുടെ കൂടെ പോയി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് എന്താ ചെയ്തത്? അവരുടെ കൂടെ പോയി. അപ്പം അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരുടെ കൂടെ പോയി. മിക്കായുടെ പുരോഹിതന് എന്തൊക്കെ എടുത്ത് അവരുടെ കൂടെ പോയത്? എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹങ്ങളും എടുത്ത്. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്താണ് അവരുടെ കൂടെ പോയത്. മിക്കായുടെ പുരോഹിതന് ഈ കുലവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് ആരുടെ കൂടെ പോയത്? ദാൻകാരുടെ കൂടെയാണ് പോയത്. അവൻ എഫോദും കുലവിഗ്രഹവും കൊത്തുവിഗ്രഹവും എടുത്ത് അവരുടെ കൂടെ പോയി. 18-20 പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരുടെ കൂടെ പോയി. 18-21 അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി. അപ്പം അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തി എന്താ ചെയ്തത്? യാത്രയായി. അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി. അവർ അവിടെ നിന്ന് തിരിഞ്ഞ് ആരെയാണ് വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായത്? കുട്ടികളെയും കന്നുകാലികളെയും. അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി. 18-21 അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി. 18-22 അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. അവർ എന്തോരം ചെന്നപ്പോഴാണ് മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയത്? അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. ദാൻകാർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി എന്താ ചെയ്തത്? ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. 18-22 അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി. 18-23 അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു, ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി? ആരാണ് ദാൻകാരുടെ നേരെ അട്ടഹസിച്ചത്? മിക്കായും അയൽവാസികളും. അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു, ഈ ആളുകളെയും കൂട്ടിക്കൊണ്ട് വരാൻ നിനക്ക് എന്ത് പറ്റി? എപ്പോഴാണ് ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചത്? അവർ അല്ലെങ്കിൽ മിക്കായും അയൽവാസികളും ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ. അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു, ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്ത് പറ്റി? അവർ അല്ലെങ്കിൽ ഈ ആളുകളെയെല്ലാം കൂട്ടിക്കൊണ്ട് വരാൻ നിനക്ക് എന്തു പറ്റി? ആരോട് ചോദിച്ചതാണിത്? ദാൻകാർ മിക്കായോട്. അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു, ഈ ആളുകളെയും കൂട്ടിവരാൻ നിനക്ക് എന്തു പറ്റി? 18-23 അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു, ഈ ആളുകളെയും കൂട്ടിവരാൻ നിനക്ക് എന്തു പറ്റി? 18-24 അവൻ പറഞ്ഞു, ഞാനുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്നിട്ടും എനിക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനുണ്ടാക്കിയ എന്ത് നിങ്ങൾ കൈവശമാക്കി എന്ന് പറഞ്ഞത്? ദേവന്മാരെ.
അവൻ പറഞ്ഞു, ഞാനുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി. എൻ്റെ ആരെയും കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്? പുരോഹിതനെയും. എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. തുടർന്ന് മിക്ക ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ് എനിക്കിനി അവശേഷിച്ചിരിക്കുന്നത്? എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, എന്നിട്ടും എനിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ? എന്നിട്ടും എനിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു. 18:24 അവൻ പറഞ്ഞു, ഞാനുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി, എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്നിട്ടും എനിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു. 18:25 ദാൻകാർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം. ദാൻകാർ അവരുടെ വഴിക്ക് പോയി. അപ്പോൾ ദാൻകാർ ആദ്യം അവനോട് പറഞ്ഞത് മിണ്ടാതിരിക്കുക. മിണ്ടാതിരിക്കുക എന്നാണ് അവരാദ്യം പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണമായി അവർ തുടർന്ന് പറഞ്ഞത് വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം. മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം. അതിനുശേഷം ദാൻകാർ എന്താ ചെയ്ത്? അവരുടെ വഴിക്ക് പോയി. ദാൻകാർ അവരുടെ വഴിക്ക് പോയി. 18:25 ദാൻകാർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെ കൊന്നു കളഞ്ഞെന്ന് വരാം. ദാൻകാർ അവരുടെ വഴിക്ക് പോയി. 18:26 തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് പോയി. തനിക്ക് ചെറുക്കാനാവാത്ത വിധം എന്ത് കണ്ടുകൊണ്ടാണ് മിക്ക വീട്ടിലേക്ക് മടങ്ങുന്നത്? ശക്തരാണവർ എന്ന് കണ്ടുകൊണ്ട്. തനിക്ക് ചെറുക്കാനാവാത്ത വിധ ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി. തനിക്ക് ചെറുക്കാനാവാത്ത വിധ ശക്തരാണവർ എന്ന് കണ്ട് ആരാണ് വീട്ടിലേക്ക് മടങ്ങിയത്? മിക്കയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പം തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങിയപ്പം അവരെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ആരെയാണ്? അവർ ഉദ്ദേശിക്കുന്നത് ദാൻകാരെയാണ്. തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി. 18:26 തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി. 18:27 മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ശങ്കയില്ലാത്തവരും ശാന്തമായി ജീവിച്ചിരുന്ന ലായേഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി. അവരെ വാടിനിരയാക്കി പട്ടണം തീ വെച്ച് നശിപ്പിച്ചു. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം ആരെയും അവർ കൊണ്ടുപോയി? അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. എപ്രകാരം ജീവിച്ചിരുന്ന ലായേഷിൻ്റെ ജനങ്ങളുടെ അടുത്ത് ആണ് അവർ അല്ലെങ്കിൽ ദാൻകാർ എത്തി എന്നാണ് തുടർന്ന് പറയുന്നത്. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായേഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി. ലായേഷിലെ ജനങ്ങളുടെ അടുത്ത് എത്തിയ അവർ എന്തൊക്കെ ചെയ്തു? അവരെ വാടിനെരിയാക്കി പട്ടണം തീ വെച്ച് നശിപ്പിച്ചു. മിക്ക 18:27 മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായേഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി. അവരെ വാടിനെരിയാക്കി പട്ടണം തീ വെച്ച് നശിപ്പിച്ചു. 18:28 അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായി സമ്പർക്കവുമില്ലായിരുന്നു. ബെത്ത് റഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കി പണിത് അവിടെ താമസമാക്കി. അപ്പം അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരെയാ? ലായിഷിലെ ജനങ്ങളെ. അതിന് കാരണം എന്തായിരുന്നു? കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായി സമ്പർക്കവുമില്ലായിരുന്നു. അവരെ രക്ഷിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായി സമ്പർക്കവും ഇല്ലായിരുന്നു. എവിടെയുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്? ബെത്ത് റഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ബെത്ത് റഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കി പണിത് അവിടെ താമസമാക്കി. ഏത് പട്ടണമാണ്? ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കി പണിത് അവിടെ താമസമാക്കി. 18:28 അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായി സമ്പർക്കവും ഇല്ലായിരുന്നു. ബെത്ത് റഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കി പണിത് അവിടെ താമസമാക്കി. 18:29 ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. അപ്പം ആരുടെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേരാണ് അവർ നൽകിയത്? ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേര്. ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ആരുമായ ദാനിൻ്റെ പേരാണ് ആ സ്ഥലത്തിന് അവർ നൽകിയത്? ഗോത്രപിതാവുമായ. അപ്പം ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേര് ആ സ്ഥലത്തിന് അവർ നൽകി. ഇസ്രായേലിൻ്റെ ഗോത്രപിതാവായ
ദാനിൻ്റെ പേരാണ് അവർക്ക് നൽകിയത്. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ഏതിൻ്റെ? ദാനിൻ്റെ. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ദാനിൻ്റെ ആദ്യത്തെ പേരാണ് ലായിഷ്. അപ്പോൾ 18-29 ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേര് ആ സ്ഥലത്തെ അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. 18-30 ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു. അപ്പോൾ ദാൻകാർ എന്താണ് തങ്ങൾക്കായി സ്ഥാപിച്ചത്? കൊത്തുവിഗ്രഹം. ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. ആരാണ് കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചത്? ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ആരാണ്? ജോനാഥൻ. അപ്പം മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതനായിരുന്നു. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും എപ്പോൾ വരെയാണ് ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നത്? പ്രവാസകാലം വരെ. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു. പ്രവാസകാലത്തെക്കുറിച്ച് സൂചനയുള്ള ന്യായാധിപ വാക്യം ഏതാ? ന്യായാധിപന്മാർ 18-30. ന്യായാധിപന്മാർ 18-30 പ്രവാസകാലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 18-30 ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു. ഇനി അവസാന വാക്യം 18-31. ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ എന്ത് ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലമാണ് മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചത്? ദൈവത്തിൻ്റെ ആലയം. അപ്പം ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. ദൈവത്തിൻ്റെ ആലയം എവിടെയായിരുന്നിടത്തോളം കാലമാണ് മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചത്? ഷീലോയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. എത്ര കാലമാണ് മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ ദാനിൽ പ്രതിഷ്ഠിച്ചത്? ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം. ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. 18-31 ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അവർക്ക് ആരുമായി സംസർഗം അല്ലെങ്കിൽ സമ്പർക്കമില്ലായിരുന്നു എന്ന് ലായിഷിലെ ജനങ്ങളെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ ഏവയാണ്? 18:7 18:28 പറയുന്നത് അവർക്ക് ആരുമായി സംസർഗമില്ല അല്ലെങ്കിൽ സമ്പർക്കം ഇല്ലായിരുന്നു എന്ന് പറയുന്നത് 18:7 18:28. ഇനി ന്യായാധിപന്മാർ 18 ദാൻ എന്ന പദം എത്ര പ്രാവശ്യമുണ്ട്, അല്ലെങ്കിൽ ദാൻ എന്ന പേര് എത്ര പ്രാവശ്യമുണ്ട്? അത് 13 പ്രാവശ്യമാണ് ഉള്ളത്. ഇനി ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിൽ സോറ, എഷ്തവോൽ എന്നീ സ്ഥലങ്ങളെ എത്ര പ്രാവശ്യം വീതം പരാമർശിക്കുന്നുണ്ട്? അത് 3 പ്രാവശ്യം വീതമാണ് പരാമർശിക്കുന്നത്. ഇത്രയുമാണ് 18-ാം അധ്യായത്തിലെ തിരുവചന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ വചനഭാഗം ഒരിക്കൽ കൂടി വായിച്ച് ഹൃദയസ്ഥമാക്കുക. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.